ഹലോ ഫ്രണ്ട്സ്, ഇത് ആണ് എൻ്റെ പുതിയ ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M1 എന്ന് പറഞ്ഞ മൈക്കാണ്. ഇത് ബോക്സിനകത്ത് ആക്ച്വലി ഇങ്ങനെ ഒരു കേസിനകത്താണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ കേസിനകത്ത് ആക്ച്വലി ഈ ഒരു നമ്മുടെ TWS ഒക്കെ ഇരിക്കുമ്പോഴത്തെ ഒരു ബോക്സിനകത്താണ് വരുന്നത്. വളരെ കുഞ്ഞു ബോക്സാണ് കണ്ടോ. ഇതിന് നല്ല ബാറ്ററി ബാക്കപ്പും കിട്ടുന്നൊരു സാധനമാണ്. വിത്ത് കേസ് 20 hours ആണ് പറയുന്നത്. കേസ് ഇല്ലാതെ ഇൻഡിവിജ്വൽ മൈക്കുകൾ ഒരു ഇൻഡിവിജ്വൽ മൈക്ക് 8 hours വരെയാണ് ബാറ്ററി ബാക്കപ്പ് പറയുന്നത്. സോ ഇത് നല്ല കണ്ടിന്യൂസ് ഷൂട്ടുള്ള ആൾക്കാർക്ക് ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഇത് ഇപ്പോൾ ഇവിടെ തൽക്കാലം മാറ്റി വെച്ചു. ഇതിനകത്തത് പിന്നെ വരുന്നത് ഈ വിൻഡ് മഫ്ലർ പോലത്തെ ഈ സാധനമാണ്. വിൻഡ് നോയ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് നമുക്ക് 2 എണ്ണം വരുന്നുണ്ട് ഓരോ മൈക്കിനകത്തേക്ക് വേണ്ടിയിട്ട്. ഇത് മൈക്കിൻ്റെ ഫ്രണ്ടിൽ ക്ലിപ്പ് ഓൺ ചെയ്യും. അപ്പോൾ ഇത് 2 എണ്ണം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി ആക്ച്വലി ഒരു നൈസ് ക്വാളിറ്റി. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഒരു പാർട്ടീഷൻ വന്നിട്ടുണ്ട്. അത് ആക്ച്വലി നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം. പിന്നെ കേബിൾ വരുന്നുണ്ട്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിളാണ്. കേസ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കേസ് ചാർജ് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്തുള്ള ഈ 2 യൂണിറ്റ്സും ആക്ച്വലി ഓട്ടോമാറ്റിക്കലി ചാർജ് ആവുന്നതാണ്. ഇതിനകത്ത് വെളിയിൽ 4 കട്ട ബാറ്ററി ഇങ്ങനത്തെ ഒരു LEDs ആണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ അകത്ത് നമുക്കുള്ളത് ഇതിപ്പം എല്ലാം കത്തിക്കിടക്കുകയാണ്. സോ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ചാർജാണ്. ഫുൾ ചാർജ് അല്ല, ചാർജിങ് ആണെങ്കിൽ ബ്ലിങ്ക് ആവും. ഇത് ഞാൻ ഇപ്പോഴത്തെ വെളിയിൽ എടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഫുൾ ചാർജാണ്. ഇതിനി ക്ലോസ് ചെയ്ത് വയ്ക്കാം. ബാക്കി വരുന്ന കേബിൾസ് എന്ന് പറയുമ്പം ഇതിനകത്തൊരു 3.5 to C ടൈപ്പ് ഉണ്ട്. ഇത് നമുക്ക് ക്യാമറയിൽ വേണമെങ്കിലും C പോർട്ട് ഉള്ളതിൽ ആക്ച്വലി ഈ നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് C പോർട്ടുകളൊക്കെ വരുന്നത് മൾട്ടി പർപ്പസ് പോർട്ടുകളാണ്. അതായത് നമുക്ക് ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും അത് ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു അറ്റം നമുക്ക് ട്രാൻസ്മിറ്ററിൽ കണക്ട് ചെയ്തിട്ട് ഈ അറ്റം നമുക്ക് സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യാം. ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് C പോർട്ട് വെച്ച് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫോണിനകത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റിയിൽ തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്യാം. ഞാൻ ആ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ മൈക്ക്. പിന്നെ വരുന്നത് സെയിം, ഇത് ക്യാമറയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇങ്ങനത്തെ 2 കേബിളും കൂടെ വരുന്നുണ്ട്. 3.5 to 3.5 വരുന്നത്. ക്യാമറയിൽ വേണമെന്നുണ്ടെങ്കിൽ മൈക്ക് ഇൻപുട്ട് അടിക്കുന്നിടത്ത് ഇത് ഒരറ്റം കൊടുത്തിട്ട് ഒരറ്റം ട്രാൻസ്മിറ്ററിലും കൊടുത്ത് ക്യാമറയിൽ കണക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇതാണ് സംഭവം. ആക്ച്വലി കേബിളുകൾ ഞാൻ ജസ്റ്റ് മാറ്റി വെച്ചു. ഇനി കേസിനകത്തുള്ള ആക്ച്വൽ ട്രാൻസ്മിറ്ററിൻ്റെ ഇതാണ് ബോക്സ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ റിസീവർ വരുന്നത്. സോ റിസീവറിനകത്ത് ഈ 2 ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നു. കാരണം അത് കണക്റ്റ് ആയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അതങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഒരു മൈക്ക് വെളിയിലെടുക്കുമ്പോഴത്തേക്ക് ആക്ച്വലി ഒരു ലൈറ്റ് കണക്റ്റഡ് ആയിട്ട് ബ്ലിങ്ക് ആവാതെ കിടക്കുന്നുണ്ട്. അതായത് ഇതിപ്പോൾ കണക്റ്റഡ് ആണ്, മറ്റേ മൈക്ക് കണക്റ്റഡ് അല്ല. അതാണ് ഇതിങ്ങനെ കണക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളിത് മേടിക്കുന്ന സമയത്ത് ഇതിന് ആക്ച്വലി കുറച്ച് പെയറിങ് ചെയ്യേണ്ട ഒരു സംഭവം വരുന്നുണ്ട്. പെയറിങ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ സൈഡിലുള്ള ഈ ഒരു ബട്ടണും അതുപോലെ തന്നെ ഈ മൈക്കിനകത്ത് നമുക്ക് ആക്ച്വലി ഈ റിസീവറിനകത്ത് ഈ ഒരു ബട്ടണും ഇത് നമ്മളിങ്ങനെ ആക്ച്വലി കണ്ടിന്യൂസ്ലി ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് പെയറായി കണക്റ്റ് ആവുന്നതാണ്. സോ അപ്പം ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ഗൈസ്. അതായത് ഞാൻ ഇപ്പം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ എനിക്കൊരു 9000-നാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു 9000 റേഞ്ചിനകത്ത് നമുക്ക് ഗോഡോക്സിൻ്റെ WEC കിറ്റ് 2 എന്ന് പറഞ്ഞൊരു മോഡലും വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഹോളി ലാൻഡിൻ്റെയാണ്. അപ്പോൾ ഇതിൽ ഏത് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേത് WEC കിറ്റ് 2 വന്നത് ഒരു വേർഷൻ 2 മോഡലാണ്. ഇതിൻ്റെ വേർഷൻ 2 എന്ന് പറഞ്ഞ് ലാർക്ക് M2 ഒരെണ്ണമുണ്ട്. അത് 15,000 ആണ്. അത് പക്ഷേ ഒരു ബട്ടൺ ടൈപ്പാണ്. അത് നല്ല രസമാണ്. പക്ഷേ നമുക്കൊരു ലോ ബഡ്ജറ്റ് ഒരു 10,000-നകത്തുള്ളതിലൊരു ബെസ്റ്റ് എന്ന് പറയുമ്പം ഗോഡോക്സിൻ്റെ സെയിം ക്വാളിറ്റി തന്നെയാണ് ഇതിനും വരുന്നുള്ളത്. സെയിം എന്ന് പറയുമ്പം ഓഡിയോ ക്വാളിറ്റി ഏകദേശം സിമിലർ തന്നെയാണ്. അത് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റുന്നില്ല. പിന്നെ മീറ്റർ വരുന്നത് 200 മീറ്ററാണ് ഇത് പറയുന്ന റേഞ്ച് ട്രാൻസ്മിറ്ററുമായിട്ട്. ഓക്കെ, ഇത് നമുക്ക് സ്മാർട്ട് ഫോണിൽ ഇപ്പോൾ കണക്ട് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അതെ, ഫോണിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ ഒരറ്റം നമുക്ക് ഫോണിൽ USB-C കണക്ട് ചെയ്യുക. ഓക്കെ, ഈ അറ്റം നമുക്ക് ട്രാൻസ്മിറ്ററിൻ്റെ ഈ ഒരു ജാക്ക് ഔട്ടിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഒരു മൈക്ക് എടുത്താൽ നമുക്ക് റെക്കോർഡിംഗ് ഇപ്പോൾ ഇനി ഈ മൈക്ക് വഴിയായിരിക്കും റെക്കോർഡാവുന്നത്. ഓക്കെ,
സോ ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് കണക്ട് ചെയ്യാനും സിമ്പിളാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു മൈക്കിൻ്റെ പെർഫോമൻസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഓഡിയോ ഇതിൽ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഹലോ. ഇപ്പോൾ നിങ്ങൾക്കിത് ഒരു ട്രാഫിക്കിൻ്റെ നോയ്സായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ട്രാഫിക് നോയ്സ് ഞാനിപ്പം നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കാൻ പറ്റും. ഞാൻ ആക്ച്വലി എൻ്റെ ഫോണിലെ സ്പീക്കറിൽ ട്രാഫിക് നോയ്സ് ഇട്ടൊക്കെയാണ്. അത് മൈക്കിൻ്റെ ഏകദേശം അകത്ത് തന്നെയാണ്. നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്തപ്പോഴത്തേക്ക് എത്രത്തോളം ക്യാൻസൽ ആയെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഞാനിപ്പോൾ എന്താ ഓണും ഓഫും ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഓണാണ് ആക്ച്വലി. ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഓൺ ചെയ്യുകയാണ് ഒന്നുകൂടെ. പിന്നെ നിങ്ങൾക്ക് ചേഞ്ച് മനസ്സിലാവുന്നുണ്ടോ? വളരെ മൈന്യൂട്ടായിട്ടൊരു ചേഞ്ച് തോന്നുന്നുണ്ട്. പിന്നെ ഇനി ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും 10,000-നകത്ത് ഇതൊരു നല്ലൊരു പ്രോഡക്റ്റാണ്. ആക്ച്വലി ഇത് ഒരുപാട് റിവ്യൂവേഴ്സ് റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ വേർഷൻ 2 ആയിട്ട്, അതായത് LRCam2 എന്നും പറഞ്ഞൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ബട്ടൺ ടൈപ്പിലിരിക്കും. അത് അക്സസറീസ് എല്ലാം കൂടി ചേർത്ത് ഒരു 15,000 സംതിങ് വരും. ഇതാണെങ്കിൽ 9,000-ന് കിട്ടും. സോ ഒരു ലോ ബഡ്ജറ്റ് എന്ന രീതിയിൽ ഇത് ആക്ച്വലി അടിപൊളി ഒരു മൈക്ക് തന്നെയാണ്. ഓക്കെ ഗൈസ്, ഇപ്പം ഞാൻ ഇതിനകത്ത് നിന്ന് എടുത്തപ്പം ഇതിലും സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരുന്നു ഫസ്റ്റ് ഞാനിത് ഒരു ഇതായിട്ട് തോന്നിയത്. അതായത് നമ്മൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് അതെനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ വരുന്ന എല്ലാ ടൈപ്പ് മൈക്കുകളും അങ്ങനെ തന്നെ ആയിരിക്കും. മോണോ ഓഡിയോ ആയിട്ടാണ് റെക്കോർഡ് ആവുന്നത്. നമ്മളപ്പോൾ അത് പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ സ്റ്റീരിയോ ആക്കണം. അല്ലാന്നുണ്ടെങ്കിൽ 2 മൈക്കും വെളിയിൽ വരുമ്പോഴത്തേക്കാണ് ആക്ച്വലി 2 ചാനൽസ് ആയിട്ട് വർക്ക് ആവുന്നത്. അത് എല്ലാ ബ്രാൻഡിനും അങ്ങനെ തന്നെയാണ് വരുന്നത് സ്വാഭാവികമായിട്ടും. സോ വയേർഡ് മൈക്കിൽ മാത്രം അങ്ങനെ വരുന്നില്ല. അത് അങ്ങനെയാണ്. അപ്പം അതൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ്. ഞാൻ എന്തായിരുന്നാലും ഈ പ്രൈസിന് ഇത് വേർത്താണ് കേട്ടോ, ശരിക്കും. കാരണം ഞാൻ യൂട്യൂബിൽ റിവ്യൂലൊക്കെ കണ്ടായിരുന്നു. നമ്മൾ ഡിജിടെക്കിൻ്റെ DWM-101 എന്ന് പറഞ്ഞ മോഡൽ ആക്ച്വലി ഞാൻ കുറച്ച് റിവ്യൂസൊക്കെ കണ്ട് കുറേ പേർക്ക് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് പേഴ്സണലി ഞാൻ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഓഡിയോ ക്വാളിറ്റി എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ മോഡൽ എന്നാലും ലോ ബഡ്ജറ്റിൽ അത് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അതിൻ്റെ DWM-102 ഉണ്ട്. 102 ഏകദേശം ഇതേപോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത്. അതായത് ഇങ്ങനത്തെ ഒരു കേസിനകത്ത് ഇതേപോലത്തെ ഒരു സ്ലിം ആയിട്ടുള്ള ഒരു മൈക്ക് ഡിസൈനാണ് വരുന്നത്. ഏകദേശം എത്രയാണ് വരുന്നത്? 6,500 സംതിങ് ഒക്കെയാണ് വരുന്നത്. 6,500 ആ റേഞ്ചിലാണ് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇൻഡിവിജ്വലി ഇപ്പോൾ മൈക്കിനകത്തൊരു മെമ്മറി കാർഡ് ഇട്ടിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡിജിടെക്കിൻ്റെത് പൊതുവേ എനിക്ക് അതൊരു എന്തോ എന്നറിയത്തില്ല, ഒരു ക്ലിയർ അല്ല അതിൻ്റെ ഓഡിയോ അത്ര. അപ്പം ഞാൻ ആക്ച്വലി ഇപ്പോൾ 4 സാധനങ്ങൾ അങ്ങനെ അതിൻ്റെ കണ്ടിട്ടുണ്ട്, ക്ലിപ്പുകൾ. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് ഞാൻ പിന്നെ 2 മനസ്സോടെയാണ് കടയിലത് മേടിക്കാൻ ചെന്നത്. അപ്പോൾ കടക്കാരൻ സജസ്റ്റ് ചെയ്തത് ഇത് തന്നെയാണ് ഷോപ്പിൽ. അപ്പോൾ അങ്ങനെ ഞാനിതെടുത്തു. അപ്പോൾ ഈ പ്രോഡക്റ്റ് ആക്ച്വലി നമുക്കിപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്താണ്, നേമത്ത് യുണീക്ക് പ്ലസ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് ഞാനിത് ആക്ച്വലി മേടിച്ചത്. സോ ഓഫറും കാര്യങ്ങളുടെ അല്ല, അവിടെയാണ് ഇതിൻ്റെ ഒരു സാധനം ഉള്ളൂ. നമുക്ക് ട്രിവാൻഡ്രത്തുള്ള ബാബാസിൽ ആക്ച്വലി കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള DJIയുടെയും റോഡിൻ്റെയൊക്കെ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഗോഡോക്സിൻ്റെ തന്നെ ഒരു 15,000 റേഞ്ച് വരുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. WEC കിറ്റ് 2 അല്ല, അതിൻ്റെ അടുത്ത വേറൊരു മോഡലാണെന്നാണ് തോന്നുന്നത്. സോ ഞാൻ എന്തായാലും ഇപ്പോൾ ഇത് മേടിച്ചതിൽ ഞാനിപ്പം ഫസ്റ്റ് ഇംപ്രഷനിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ ഗൈസ്, ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.